അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാലനാശം വ്യാസദേവചരിതം ഇതു വ്യസനജാലനാശം വ്യസനജാലനാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 15-ാമത്തെ അധ്യായം 59-ാമത്തെ ശ്ലോകം മുതൽ 71 കൂടിയുള്ള ശ്ലോകങ്ങളെ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഗൗതമസ്യ തഥേന്ദ്രേണ ജാനതാ ധർമ്മനിശ്ചയം ഗുരുണാനുജ ഭാര്യാ ച ഭുക്താ ഗർഭവതി ബലാത്. ശപ്തോ ഗർഭഗതോ ബാലഃ കൃതശ്ചാന്ധസ്തഥാ പുനഃ. വിഷ്ണുനാഥ ശിരച്ഛിന്നം രാഹോശ്ചക്രേണ വൈ ബലാൽ. അപരാധം വിനാ കാമം തദാ സത്വവതാംബികേ. പൗത്രോ ധർമ്മവതാം ശൂരാ സത്യവ്രതപരായണ. യജ്വാ ദാനപതി ശാന്ത സർവജ്ഞ സർവപൂജക. കൃത്വാധ വാമനം രൂപം ഹരിണാ ഛലവേദിന. വഞ്ചിതോസൗ ബലി സർവം ഹൃതം രാജ്യം പുരാ കില. തഥാപി ദേവാൻ ധർമ്മസ്ഥാൻ പ്രവദന്തി മനീഷിണ. വദന്തി ചാടുവാദാംശ്ച ധർമ്മവാദാൻ ജയം ഗതാ. ഏവം ജ്ഞാത്വാ ജഗന്മാതർ യഥേച്ഛസി തഥാ കുരു. ശരണം ദാനവാ സർവേ ജഹി വാ രക്ഷ വാ പുനഃ. ശ്രീദേവ്യുവാച സർവേ ഗച്ഛത പാതാളം
തത്ര വാസം യഥേപ്സിതം. കുരുധ്വം ദാനവാ സർവേ നിർഭയാഗതമന്യവാ കാല പ്രതീക്ഷ്യോ യുഷ്മാഭി കാരണം സാ ശുഭേ അശുഭേ സുനിർവേദപരാണാം ഹി സുഖം സർവത്ര സർവദാ ത്രൈലോക്യസ്യ ച രാജ്യേപി ന സുഖം ലോഭചേതസാം കൃതേപി ന സുഖം പൂർണ്ണം സസ്പൃഹാണാം ഫലൈരപി തസ്മാത് ത്യക്ത്വാ മഹീമേതാം പ്രയാദ്വദ്യ മഹീതലം മമാജ്ഞാം പൂരത കൃത്വാ സർവേ വിഗതകൽമഷാ. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം ദേവ്യസ്തഥേത്യുക്ത്വാ രസാതലം പ്രണമ്യ ദാനവാ സർവേ ഗദാശക്ത്യാഭിരക്ഷിതാ അന്തർദധേ തതോ ദേവീ ദേവാസ്വഭുവനം ഗതാ ത്യക്ത്വാ വൈരം സ്ഥിതാ സർവേ തേ തദാ ദേവദാനവാ. ഏതദാഖ്യാനമഖിലം യശൃണോതി വദത്യഥാ സർവദുഃഖവിനിർമുക്താ പ്രയാതി പദമുത്തമം. ഇതി ശ്രീമദ്ദേവീ ഭാഗവതേ ചതുർത്ഥസ്കന്ധേ പഞ്ചദശോऽധ്യായ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 59-ാമത്തെ ശ്ലോകം മുതൽ 71 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ധർമാത്മാവാം ഇന്ദ്രൻ ഗൗതമ പത്നിയെ പ്രാപിച്ചു, ദേവഗുരു സോദര ഭാര്യയെ പ്രാപിച്ചു. നിന്ദ്യകർമ്മം നിഷേധിച്ച ഗർഭസ്ഥനെ അന്ധനാക്കി, വിഷ്ണു രാഹുവിൻ്റെ തല അറുത്തു കഷ്ടം. രാഹു നിരപരാധി താൻ, വിഷ്ണു സത്വഗുണമുള്ളോൻ, എന്റെ പൗത്രൻ ശൂരനും സത്യവ്രതൻ താനും. യാഗം ചെയ്ത ദാനശീലൻ, ശാന്തൻ സർവജ്ഞൻ ഭക്തനും, വഞ്ചകനാം വിഷ്ണു വാമനനായി വന്നെന്ന്. സർവം അപഹരിച്ചല്ലോ, എന്നിട്ടും ബുദ്ധിമാന്മാരോ ദേവജനം ധർമ്മിഷ്ഠരാണെന്നു ചൊല്ലുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജയിച്ചവരെന്ന മട്ടിൽ ചാടുവാക് ധർമ്മവാദവും പറയുന്നു. അമ്മേ ദേവി തീരുമാനിക്കൂ, ശരണാഗതികൾ ദൈത്യർ രക്ഷിക്കാം, ഉപേക്ഷിച്ചിടാം. ശ്രീദേവി പറഞ്ഞു, പാതാളത്തിലേക്കു പോകൂ, യഥേഷ്ടം വാഴൂ. ഭയവും കോപവും വിട്ടു കാലത്തിനെ കാത്തിരിക്കൂ, കാലമാണു ശുഭാശുഭ കാരണമോർക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
വിരക്തനു എവിടെയും സുഖം തന്നെ. ലോഭികൾക്കോ ത്രൈലോക്യം ലഭിച്ചിടിലും സുഖം വരില്ല. ആശ നശിക്കാത്തവന് ഫലത്തിലും സുഖമില്ല. ഭൂമി വിട്ടു പാതാളത്തിലേക്കു പോകുക. ദുഷ്ടചിന്തയുപേക്ഷിച്ചു എന്റെ വാക്കു കേട്ടിടുക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ശരിയെന്നു ചൊല്ലി രസാതലത്തിലേക്ക് പോയി അവർ ദേവിയെയും പ്രണമിച്ചു. ഉടൻ തന്നെ ദേവി അന്തർധാനം ചെയ്തു. ദേവജനവും ദേവന്മാരും അസുരരും വൈരമില്ലാതെ കഴിഞ്ഞു. ആരാണോ ഈ കഥകളെ കേട്ടിടുന്നതും പറയുന്നതും അവർക്ക് സകല ദുഃഖവും തീരും. മുക്തനായി ഉത്തമമാം പദത്തെ നേടും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരോപാസന ഇന്ന് 381 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം 4 സ്കന്ധം 15 അധ്യായത്തിൽ 59 ശ്ലോകം മുതൽ സമർപ്പണ ശ്ലോകമായ 71 ശ്ലോകം വരെ നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു, ഭാഷാഗാനമായി പാടി. ഇപ്പോൾ ഇതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നു. ഇവിടെ എല്ലാ ആളുകളും ആസക്തിയുള്ളവരാണ് എന്ന് പറയുകയാണ് പ്രഹ്ലാദൻ. ദേവിയെ സ്തുതിക്കുകയാണ്. അങ്ങനെ ശശിനാഥ ഗുരോർഭാര്യ ഹൃദാജ്ഞാത്വ ബലാദപി എന്ന് പറഞ്ഞാണ് നിർത്തിയത്. വിദ്വാനായ ചന്ദ്രൻ പോലും അറിഞ്ഞുകൊണ്ട് ഗുരുപത്നിയെ അപഹരിച്ച ആളാണ്, ബലാത്കാരേണ അപഹരിച്ച ആളാണ്. അതേപോലെ തന്നെ ഗൗതമസ്യ തഥേന്ദ്രേണ ജാനതാ ധർമ്മനിശ്ചയം, ധർമ്മത്തെക്കുറിച്ച് അറിയുന്ന, ധർമ്മനിശ്ചയം ജാനത അറിയുന്ന ഇന്ദ്രൻ ഗൗതമന്റെ പത്നിയെ പ്രാപിച്ചു.
ഗുരുണാനുജാഭാര്യാച ഭുക്ത ഗർഭവതി ബലാൽ. ദേവഗുരുവായ ബൃഹസ്പതി തൻ്റെ അനുജന്റെ ഗർഭവതിയായ ഭാര്യയെ ബലാൽ അനുഭവിച്ചു. തന്നെയുമല്ല, ശബ്ദോ ഗർഭഗതോ ബാല കൃതശ്ചാന്ധസ്തഥാ പുന. വിഷ്ണുനാഥ ശിരച്ഛിന്നം രാഹോശ്ചക്രേണ വൈബലാൽ. ആ നിന്ദ്യകർമ്മത്തെ നിഷേധിച്ച ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ, ആ ബാലനെ ദേവഗുരു ശപിച്ച് അന്ധനാക്കി. വിഷ്ണുവിൻ്റെ കാര്യം നോക്കൂ. വിഷ്ണു എന്തു ചെയ്തു? രാഹുവിൻ്റെ ശിരസ് ചക്രം കൊണ്ട് അതിനെ മുറിച്ചു കളഞ്ഞു. അപരാധം വിനാകാമം തഥാ സത്വവതാംബികെ പൗത്രോ ധർമ്മവതാം ശൂര സത്യവ്രതപരായണ യജ്വാ ദാനപതി ശാന്ത സർവജ്ഞ സർവപൂജക. അംബികയോട് പറയുകയാണ്, അംബികെ, ഒരു അപരാധവും ചെയ്യാത്ത ആളാണ് രാഹു. വിഷ്ണുവോ സത്വഗുണപ്രധാനൻ. എന്നിട്ടും വിഷ്ണു ചെയ്തത് നോക്കൂ. എൻ്റെ പൗത്രൻ ധർമാത്മാവാണ്, സത്യവ്രതനാണ്, ശൂരനാണ്, യജ്വ യാഗം ചെയ്തവനാണ്, ദാനപതിയാണ്, ശാന്തനാണ്, സർവജ്ഞനാണ്, സർവപൂജക എല്ലാവരും പൂജിക്കുന്നവനാണ്, എല്ലാവർക്കും ആദരണീയനാണ്. ആരെക്കുറിച്ചാണ് പറയണത്? പ്രഹ്ലാദന്റെ പുത്രൻ വിരോചനൻ, വിരോചനന്റെ പുത്രൻ ബലി. കൃത്വാധ വാമനം രൂപം ഹരിണാ ഛലവേദിന. വഞ്ചനവശത്താക്കിയ ആ ഹരി വിഷ്ണു വാമനരൂപം കെട്ടി വഞ്ചിതോസൗ ബലി സർവം ഹൃതം രാജ്യം പുരാകില. ആ ബലിയെ വഞ്ചിച്ച് രാജ്യവും സർവസ്വവും അപഹരിച്ചു. എന്നിട്ടും തഥാപി ദേവാൻ ധർമ്മസ്ഥാൻ പ്രവദന്തി മനീഷിണ. മനീഷികളായിരിക്കുന്ന ആളുകൾ, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇത്രയൊക്കെ ദേവന്മാര് അധർമ്മം ചെയ്തിട്ടും ബുദ്ധിമാന്മാരെന്താ പറയണത്? ദേവന്മാര് ദേവാൻ ധർമ്മസ്ഥാൻ, അവരൊക്കെ ധർമ്മിഷ്ഠന്മാരാണ് എന്നാണ് പറയണത്. ആലോചിച്ചു നോക്കൂ. വദന്തി ചാടുവാദാംശ്ച ധർമ്മവാദാൻ ജയം ഗത. ജയിച്ചവര് എന്ന മട്ടിൽ ചാടുവാദങ്ങൾ, ചാടുവാക്കുകൾ പറയാ, ധർമ്മവാദങ്ങളൊക്കെ അവർ മുഴക്കണു. അവർ വലിയ ധർമ്മിഷ്ഠരാണെന്നാണ്. ഏവം ജ്ഞാത്വാ ജഗന്മാതർ യഥേച്ഛസി തഥാ കുരു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അമ്മേ യഥേച്ഛസി തഥാ ഗുരു, എന്താണോ അമ്മയുടെ ഇച്ഛ അതനുസരിച്ച് ചെയ്യൂ. കാരണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ദേവന്മാര് ഒരുപാട് അധർമ്മങ്ങൾ ചെയ്യണു, അന്യായങ്ങൾ ചെയ്യണു, മറ്റുള്ളവരുടെ പലതും തട്ടിപ്പറിച്ചെടുക്കണു. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും അവരെ ധർമ്മിഷ്ഠരെന്നും, ഞങ്ങൾ എൻ്റെ പൗത്രനെ നോക്കൂ, യാഗം ചെയ്തവനാണ്, ദാനശീലനാണ്, ശാന്തനാണ്, സർവജ്ഞനാണ്, സർവപൂജകനാണ്, എങ്കിലും അസുരന്മാര് മുഴുവൻ അന്യായക്കാര്, അധർമ്മികള് എന്നും, ദേവന്മാര് എന്തൊക്കെ അധർമ്മം ചെയ്താലും അവര് ധർമ്മവാദികളായിട്ടും ലോകം പറയുന്നു. അപ്പൊ അമ്മ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണോ അമ്മ ആഗ്രഹിക്കുന്നത് അത് അമ്മയുടെ ഇച്ഛ പോലെ ചെയ്യൂ. ശരണം ദാനവാ സർവേ ജഹിവാ രക്ഷവാ പുന. ദാനവന്മാരൊക്കെ അമ്മയെ ശരണം പ്രാപിച്ചേക്കാണ്. അങ്ങനെയുള്ള ഞങ്ങളെ രക്ഷിക്കാം, അല്ലെങ്കിൽ ജഹിവാ രക്ഷവാ പുന, നീ ഞങ്ങളെ രക്ഷിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിക്കാം എന്നാണ്. ഇത് കേട്ടപ്പോ ഭഗവതി എന്തു പറഞ്ഞു? സർവേ ഗച്ഛത പാതാളം തത്ര വാസം യഥേപ്സിതം. നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് നിങ്ങളെല്ലാവരും പാതാളത്തിലേക്ക് പോയി അവിടെ താമസിച്ചോളൂ. ദേവി അനുഗ്രഹിച്ചു. കുരുധ്വം ദാനവാ സർവേ നിർഭയാ ഗതമന്യവ. എല്ലാ ദാനവന്മാരും ദൈത്യന്മാരും അവര് നിർഭയാഗതമന്യവ, ഭയവും കോപവും വെടിഞ്ഞ് കാലം കാത്തിരിക്കുക. കാലപ്രതീക്ഷ്യോ യുഷ്മാഭി കാരണം സ ശുഭേ ശുഭേ. ശുഭാശുഭങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്താണ്? കാലമാണ്. കാലം അനുകൂലമായിട്ട് വന്നാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. കാലം പ്രതികൂലമാണെങ്കിൽ നിങ്ങൾക്ക് ദോഷവും സംഭവിക്കും. അതുകൊണ്ട് കാലത്തിനെ കാത്തിരിക്കൂ. സുനിർവേദപരാണാം ഹി സുഖം സർവത്ര സർവദാ ത്രൈലോക്യസ്യ ച രാജ്യേപി ന സുഖം ലോഭചേതസാം. നല്ല ആ നിർവേദം വന്ന ആളുകൾക്ക്, സുനിർവേദപരാണാം ഹി സുഖം സർവത്ര സർവദാ, അവർക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും സുഖമാണ്.
എന്നാൽ ലോഭചേതസ് അത്യാഗ്രഹം, ലോഭം നീങ്ങിയ ആളുകൾക്ക് ത്രൈലോക്യം മുഴുവൻ ലഭിച്ചാലും സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമി വെടിഞ്ഞ് പാതാളത്തിലേക്ക് പൊക്കോളൂ. കൃതേപി ന സുഖം പൂർണ്ണം സസ്പൃഹാണാം ഫലൈരപി. ആശ വെടിയാത്ത ആളുകൾക്ക് ഇനി അതിൻ്റെ ഫലം ലഭിച്ചാൽ പോലും പൂർണ്ണമായ തൃപ്തി ഉണ്ടാവണമെന്നില്ല. തസ്മാത്യക്വാ മഹീമേതാം പ്രയാദ്വദ്യ മഹീതലം. അതുകൊണ്ട് ഈ ഭൂമി വെടിഞ്ഞ് നിങ്ങൾ ഉടനെ തന്നെ പാതാളത്തിലേക്ക് പോയിക്കോളൂ. മമാജ്ഞാം പുരത കൃത്വാ സർവേ വിഗത കൽമഷ. ഞാൻ പറഞ്ഞതനുസരിച്ച്, എൻ്റെ ആജ്ഞ അനുസരിച്ച് എല്ലാവരും വിഗത കൽമഷ, ഒട്ടും ദുഷ്ടചിന്തകളില്ലാതെ പൊക്കോളൂ. വ്യാസം പറയാണ്, തശ്രുത്വാ വചനം ദേവ്യസ്തഥേത്യുക്ത്വാ രസാതലം. ദേവിയുടെ വാക്ക് കേട്ടപ്പോ ശരി ആകട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാം രസാതലത്തിലേക്ക് പ്രണമ്യ ദാനവാ സർവേ ഗതാ ശക്തി ആഭിരക്ഷിത. ദേവിയെ പ്രണമിച്ച് എല്ലാവരും ആ ദേവിയുടെ ശക്തി കൊണ്ട്, ദേവിയുടെ രക്ഷ കൊണ്ട് സകല ദാനവന്മാരും സുരക്ഷിതരായി പോയി. ദേവിയോ അന്തർദധേ തതോ ദേവി അന്തർധാനം ചെയ്തു. ദേവന്മാര് സ്വഭുവനം ഗത, അവരുടെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. ത്യക്ത്വാ വൈരം സ്ഥിതാ സർവേ തേ തഥാ ദേവദാനവ. ദേവന്മാരും ദാനവന്മാരും പരസ്പര വൈരം കൂടാതെ അങ്ങനെ കഴിഞ്ഞു. എൻ്റെ ഫലശ്രുതി പറഞ്ഞു, ഏതദാഖ്യാനമഖിലം യശൃണോതി വദത്യഥ. ഈ ആഖ്യാനത്തെ ആരാണോ കേൾക്കുന്നത്, ആരാണോ പറയുന്നത്, സർവദുഃഖ വിനിർമുക്ത പ്രയാതി പദമുത്തമം, ഉത്തമമായ പദത്തിലേക്ക്, ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരും. എല്ലാ ദുഃഖങ്ങളും തീർന്ന് അവര് എത്തിച്ചേരും എന്ന് പറയുന്നു. ഇങ്ങനെ ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കപ്പെടുകയാണ്. നാളെ നമ്മൾ 16-ാമത്തെ അധ്യായത്തോടു കൂടി ആരംഭിക്കാം. ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ, ഏതേതു മന്വന്തരത്തിൽ ഏതൊക്കെ അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തത് എന്ന് സാക്ഷാൽ ജനമേജയൻ ചോദിക്കുമ്പോൾ വ്യാസൻ മറുപടി പറയുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ
അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.